എന്റെ പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ് മരിക്കാൻ കിടക്കുന്നവർക്ക് നിങ്ങൾ വെള്ളം കൊടുക്കണം, ഇല്ലെങ്കിൽ അവർക്ക് ശൈത്താന് വെള്ളം എത്തിച്ചു കൊടുക്കും. പക്ഷെ ശൈത്താൻ വെള്ളം മാത്രമല്ല കൊടുക്കുക, തിരിച്ചൊരു കാര്യം കൂടി ആവശ്യപ്പെടും. നിങ്ങൾക്കറിയോ, മഹാനായ അബൂ സക്കരിയ എന്ന മഹാൻ ഒരു പണ്ഡിതനാണ്, വല്ലാതെ പാണ്ഡിത്യമുള്ള സാത്വികനാണ്, പരമവിശുദ്ധനാണ്. ഒരുപാട് ശിഷ്യന്മാരെ ഇസ്ലാമിന് വേണ്ടി, അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി സമ്മാനിച്ച അബൂ സക്കരിയ റഹിമഹുല്ലാഹ് എന്റെ പ്രിയപ്പെട്ടവരെ മരിക്കാൻ കിടക്കുക. അദ്ദേഹം തന്റെ ശിഷ്യന്മാരോട് പ്രധാനമായിട്ട് വളരെ പ്രമാദമായിട്ട് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത് മരിക്കുമ്പോ കെലിമ ചൊല്ലണോ, മരിക്കുമ്പോൾ നിങ്ങൾ കെലിമ ചൊല്ലണമെന്നാണ്. എന്നാൽ അബൂ സക്കരിയ റഹിമഹുല്ലാഹ് മരിക്കാൻ കിടക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, തന്റെ നൂറുകണക്കിന് ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നതിന് പ്രധാനമായി പഠിപ്പിച്ച വിഷയം എന്തെന്ന് ചോദിച്ചാൽ, മരിക്കുമ്പോ എന്റെ മക്കളെ നിങ്ങൾ കെലിമ ചൊല്ലാതെ മരിക്കല്ലേ. ഈ ലോകത്തു നിന്ന് വിട പറയുമ്പോ കെലിമ ചൊല്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മരിക്കല്ലേ എന്ന് തന്റെ ശിഷ്യന്മാരോട് 1000 വട്ടം ഉണർത്തിയിട്ടുള്ള അബൂ സക്കരിയ എന്ന മഹാൻ ഈ ലോകത്തോട് വിട പറയാതെ കിടക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സക്കറാത്തിന്റെ വേളയിലാണ്. ആ സന്ദർഭത്തിൽ ശിഷ്യന്മാര് എല്ലാവരും ഒരുമിച്ചുകൂടി. എന്നിട്ട് ആ ഉസ്താദാകുന്ന അബൂ സക്കരിയ റഹിമഹുല്ലാഹുവിന്റെ അടുക്കൽ വന്നിട്ട് പറയുകയാണ്, കെലിമ ചൊല്ലാതെ മരിക്കല്ലേ എന്ന് പഠിപ്പിച്ച ഗുരുനാഥന്റെ മുമ്പിൽ ആ ഗുരുനാഥൻ സക്കറാത്തിന്റെ ഹാലിൽ കിടക്കുമ്പോ എന്നിട്ട് പറയുന്ന, ഉസ്താദേ ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഉസ്താദേ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ തന്റെ ഗുരുനാഥനോട് ശിഷ്യഗണങ്ങൾ വിളിച്ചു പറയുമ്പോ ഉസ്താദ് വലതുഭാഗത്തേക്ക് തലതിരിച്ചു കളയുകയാണ്. സുബ്ഹാനല്ലാഹ്, വലതുഭാഗത്തേക്ക് തലതിരിച്ചു കളയുന്നു. ആ കലിമ ചൊല്ലുന്നില്ല, ഏറ്റു ചൊല്ലുന്നില്ല. ഏത് ഉസ്താദാണ് തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചപ്പോൾ പ്രധാനമായിട്ട് പറഞ്ഞത് നിങ്ങളാരെ കലിമ ചൊല്ലാതെ മരിക്കല്ലേ എന്നാണ്. പക്ഷേ മരിക്കാൻ കിടക്കുമ്പോ ശിഷ്യന്മാര് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കുമ്പോ വലതുഭാഗത്തേക്ക് തലതിരിച്ചു കളയുകയാണ്. ശിഷ്യന്മാര് വലതുഭാഗത്ത് ചെന്നിരുന്നിട്ട് കലിമ ചൊല്ലിക്കൊടുത്തു. ഉസ്താദേ പറയൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഉസ്താദ് വീണ്ടും ഇടതുഭാഗത്തേക്ക് തലതിരിക്കുകയാണ്. ശിഷ്യഗണങ്ങളെ കണ്ടുകൊണ്ട് വല്ലാതെ പൊട്ടിക്കരയുന്നു. എന്ത് പറ്റി ഞങ്ങളുടെ ഗുരുനാഥന്, എന്ത് പറ്റി ഞങ്ങളുടെ ഉസ്താദിന് കലിമ ചൊല്ലാതെ മരിക്കല്ലേ എന്ന് ഞങ്ങളെ പ്രേരിപ്പിച്ച പഠിപ്പിച്ച ഞങ്ങൾ അധ്യാപനം നടത്തിയ ഗുരുനാഥൻ മരണപ്പെട്ടു പോകുമ്പോ കലിമ പറഞ്ഞു കൊടുക്കുമ്പോൾ ഏറ്റുപറയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തലതിരിക്കുകയാണ്. ശിഷ്യന്മാരെ പിച്ചപ്പിൽ വിളിച്ചു പറഞ്ഞു, ഉസ്താദേ ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലാൻ വിളിച്ചു പറയുമ്പോ എന്റെ സഹോദരങ്ങളെ അപ്പിച്ചപ്പില് തന്റെ ഗുരുനാഥൻ വിളിച്ചു പറയുന്നു. എന്താണ് വിളിച്ചു പറയുന്നതെന്നറിയോ? നാവ് വക്കിയപ്പോലെ ചുണ്ടനക്കിയപ്പോ ശിഷ്യന്മാര് തങ്ങളുടെ ശ്രവണപുടങ്ങള് ഉസ്താദിന്റെ ചുണ്ടോടടുപ്പിക്കുകയാണ്. എന്താണ് ഗുരുനാഥന് പറയുന്നതെന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് ആ സന്ദർഭത്തിൽ ഗുരുനാഥന് പറഞ്ഞതെന്തെന്നറിയോ? ലാ അഖൂലു ഹകദാ, ഞാനങ്ങനെ പറയൂല എന്ന് വിളിച്ചു പറഞ്ഞപ്പോ ഉസ്താദിന്റെ വാക്ക് കേട്ടുകൊണ്ട് ശിഷ്യന്മാര് പൊട്ടിക്കരയുകയാണ്. സുബ്ഹാനല്ലാഹ്, എന്തു പറ്റി ഞങ്ങളുടെ ഉസ്താദിന്? ഞങ്ങളെ നേരായ മാർഗത്തിലേക്ക് ഈ പിടിച്ചു കൊണ്ടുവന്ന ഞങ്ങളുടെ ഗുരുനാഥനെ കലിമ ചൊല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ട് തലതിരിക്കുമ്പോ ഞാൻ വീണ്ടും പറഞ്ഞു ചൊല്ലാൻ പറയുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാറ് ഞാനങ്ങനെ പറയൂലെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? ഉസ്താദ് സക്കറാത്തിന്റെ വേളയിൽ കുറച്ചു നേരം കഴിഞ്ഞിട്ട് അതിൽ നിന്നും മുക്തനായി. അള്ളാഹു മരിപ്പിക്കാൻ തീരുമാനിച്ചില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ചിലരെങ്ങനാണല്ലോ, അള്ളാഹുവിന്റെ തീരുമാനം വന്നാലേ മരിക്കൂ. പടച്ചോന് തീരുമാനമില്ലാതെ ആർക്കും മരിക്കാൻ കഴിയില്ല. ആർക്കാ മരിക്കാൻ കഴിയുക? ഒരാൾക്ക് പോലും കഴിയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ അടുത്ത സമയത്തല്ലേ ഒരു പാവപ്പെട്ട സഹോദരൻ, വൃദ്ധനായ ഒരു സഹോദരൻ, ആ സഹോദരൻ മരണപ്പെട്ടു, അപകടത്തിൽ മരണപ്പെട്ടു. ഡോക്ടർമാരും മരണ സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുത്തു. ആ സഹോദരനെ മോർച്ചറിയിൽ കൊണ്ടുപോയി ഓപ്പറേഷൻ ചെയ്യാൻ, പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടിയിട്ട് മോർച്ചറിയിൽ കൊണ്ടുപോയി. വൃദ്ധനാൻ, ദാടി നരച്ചു, മുടി നരച്ചു, പുരികം നരച്ചു, മീശ നരച്ച് ആ വൃദ്ധനായ മനുഷ്യൻ ആക്സിഡന്റിൽ മരണപ്പെട്ടതാണ്.
ഓപ്പറേഷൻ തിയേറ്ററിൽ പോസ്റ്റ്മോർട്ടം ടേബിളിലെടുത്തു കിടത്തി ആ സഹോദരനെ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടിയിട്ട് ചുറ്റിക കൊണ്ട് തലയിലടിച്ചു. കാരണം തലയോട്ടി തുറന്നിട്ടാണല്ലോ തലച്ചോറെടുത്തിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യുക. അങ്ങനെ തലയോട്ടിയിൽ ഇങ്ങനെ അടിക്കുമ്പോഴാണ് ഡോക്ടർമാർ നോക്കുമ്പോ ഈ ടേബിളിൽ കിടന്നുകൊണ്ട് ആ മനുഷ്യന്റെ വിരളനങ്ങുക. ആ മനുഷ്യന്റെ വിരളനങ്ങുന്നു. പെട്ടെന്ന് തന്നെ ഡോക്ടർമാര് ഈ പ്രിയപ്പെട്ട ഈ വൃദ്ധനായ പിതാവിനെ ICUലേക്ക് മാറ്റി. അദ്ദേഹത്തിന് അവിടെ ചെന്നപ്പോൾ നല്ല ചികിത്സ കൊടുത്തു. അയാൾ രക്ഷപ്പെട്ടു. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ചുറ്റിയ കൊണ്ട് അടി കിട്ടിയതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ 2 കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടു. കഴിഞ്ഞ പരിശുദ്ധമായ ആ ഹജ്ജ് കർമ്മത്തിന് പരിശുദ്ധമായ ഹറമിൽ പോയി. നമ്മൾ പത്രത്തിലൊക്കെ വായിച്ചതാണ്. അള്ളാഹ് ഉദ്ദേശിച്ചാലേ മരിക്കൂ. ചില സ്ഥലങ്ങളിലൊക്കെ എത്രയോ ദിവസങ്ങളിൽ ഞങ്ങളുടെ നാട്ടിലൊരു സഹോദരിയുണ്ട് 6 തവണ മരിച്ചു എന്ന് പറയും. ആൾക്കാരൊക്കെ വരുമ്പോ മരിക്കൂല, ബാത്റൂമിന് ചമച്ചോണ്ടിറങ്ങി വരും. ചില സമയത്താണെങ്കിലും മരണപ്പെട്ടു എന്ന് പറഞ്ഞു വീട്ടിന്റെ മുന്നിൽ ടാർപ്പാളിനൊക്കെ കെട്ടി, പക്ഷെ മരിച്ചില്ല. മരണത്തിന് മരിച്ചു എന്ന് തോന്നിപ്പിക്കും, അവസാനം മരിക്കൂല. അള്ളാഹു താല റൂഹ്. ഡോക്ടർമാര് മരിച്ചു എന്ന് പറയുന്ന എത്രയോ പേര് ജീവിച്ചിരിക്കും നമ്മൾ കണ്ടിട്ടില്ലേ? പരേതം തിരിച്ചു വന്നു നമ്മൾ കണ്ടിട്ടില്ലേ എന്റെ പ്രിയപ്പെട്ടവരെ? അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ സഹോദരി 6 തവണ മരിച്ചു. 6ാമതായിട്ട് ഒറിജിനലായിട്ട് മരിച്ചു. പക്ഷെ ആരും വിശ്വസിച്ചില്ല. പള്ളി കൊണ്ടൊന്ന് അടക്കിയപ്പോഴാണ് എല്ലാവരും വന്നത്. കാരണം എന്താ? ഞങ്ങൾ പോയി മടുത്തു എന്നാ എല്ലാവരും പറയുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു തീരുമാനിക്കണം. അബൂ സക്കരിയ റഹിമഹുല്ലാഹ് അള്ളാഹു റൂഹെടുത്തില്ല. അള്ളാഹു സക്കറാത്തിന്റെ വേളയിൽ നിന്ന് മുക്തനാക്കുമ്പോ എന്റെ ശിഷ്യന്മാര് പൊട്ടി കരയുകയാണ്. ചോദിച്ചു, എന്റെ ശിഷ്യന്മാരെ എന്താ നിങ്ങൾ കരയുന്നത്? ആ സന്ദർഭത്തിൽ ഉസ്താദിനോട് ശിഷ്യഗണങ്ങൾ പറയുന്നു, ഉസ്താദ് കലിമല്ലാതെ മരിക്കല്ലേ എന്ന് നിങ്ങളെ പ്രേരിപ്പിച്ചയാളല്ലേ നിങ്ങളെ സക്കറാത്തിന്റെ വേളയിൽ കിടക്കുമ്പോ നിങ്ങൾ കലിമ ചൊല്ലിത്തരുമ്പോ എന്തേ നിങ്ങൾ കലിമ പറയുന്നില്ല? വലത്തോട് തലതിരിച്ചു കളഞ്ഞു, ഇടത്തോട് തലതിരിച്ചു കളഞ്ഞു. പിന്നീട് നിങ്ങൾ പറഞ്ഞു, ഒരിക്കലും ഞാൻ അങ്ങനെ പറയൂലെന്നാണ്. എന്തേ ഉസ്താദേ നിങ്ങൾക്ക് പറ്റിയത്? ആ സന്ദർഭത്തിൽ അബൂ സക്കരിയ റഹിമഹുല്ലാഹ് പറഞ്ഞതെന്തെന്നറിയോ? എന്റെ സഹോദരങ്ങൾ മനസ്സിലാക്കണം. തന്റെ ശിഷ്യന്മാരോട് അബൂ സക്കരിയ പറയുകയാണ്, പെങ്ങള് എന്താണ് പറഞ്ഞതെന്നറിയോ? ഞാൻ മരിക്കാൻ കിടക്കുമ്പോ സക്കറാത്തിന്റെ വേളയിൽ കിടക്കുമ്പോ ആരും തന്നെ എന്നെ ശ്രദ്ധിക്കുന്നില്ല. നിങ്ങൾ വല്ലാതെ വെപ്രാളത്തിലാണ്. ഞങ്ങളുടെ ഉസ്താദ് മരണപ്പെടുന്നു, ഉസ്താദ് സക്കറാത്തിന്റെ വേളയിലാണ്. കലിമ ചൊല്ലി തരാനുള്ള വെപ്രാളമായിരുന്നു നിങ്ങൾക്കുള്ളത്. എന്റെ നാവ് വല്ലാതെ വരണ്ടുണങ്ങി. ഒരു തുള്ളി വെള്ളം കുടിക്കാൻ കഴിയാതെ, ഒരു തുള്ളി വെള്ളം വാവിട്ട് ചോദിക്കാൻ എനിക്ക് നാവ് പൊങ്ങുന്നില്ല. ആ സന്ദർഭത്തിൽ എവിടെ നിന്നെങ്കിലും കുറച്ച് വെള്ളം കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചു പോ. ആ സന്ദർഭത്തിൽ നോക്കുമ്പോ ഒരു നല്ല വൃദ്ധനായ നല്ല ഒരു മനുഷ്യന്, നല്ല ദാടിയുള്ള നിസ്കാരത്തരമുള്ള നല്ല വെളുത്ത് സുന്ദരനായ ഒരു വൃദ്ധന്റെ മുമ്പില് ഒരു പാത്രത്തില് പച്ചവെള്ളവുമായിട്ട് വരുന്നു. എന്നിട്ട് എന്നോട് ചോദിച്ചു, സക്കരിയ, ഓ സക്കരിയ, നിനക്ക് കുടിക്കാൻ വെള്ളം വേണമോ? ഞാൻ വെള്ളം കുടിക്കാനുള്ള വെപ്രാളത്തില് പൈരാഗമടക്കാൻ ഒരു തുള്ളി വെള്ളമില്ലാത്തതിന്റെ പേരിലുള്ള വെപ്രാളത്താ ഞാൻ തലയനക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞു, വെള്ളം തരാം, പക്ഷേ ഒരു കാര്യം നീ തിരിച്ചെനിക്ക് വേണ്ടി പറയുമോ? വെള്ളം കുടിക്കാൻ ദാഹിച്ചുകൊണ്ട് വല്ലാതെ വിഷമിക്കുന്ന എന്നോട് വെള്ളം തരാമെന്ന് പറഞ്ഞിട്ടാ വൃദ്ധൻ എന്നോട് പറഞ്ഞത്. നിനക്ക് ഞാൻ വെള്ളം തരാ, പക്ഷേ എന്നോട് നീ ഒരു കാര്യം പറയണം. എന്താണ് പറയേണ്ടത്? ഈസാ നബി അള്ളാന്റെ മകനാണെന്നൊന്ന് പറ, ഈസാ നബി റബ്ബിന്റെ പൊന്നുമോനാണെന്നൊന്ന് പറ എന്ന് പറഞ്ഞപ്പോഴാ ഞാൻ വലത്തോട്ട് തലതിരിച്ചു കളഞ്ഞത്. ഞാൻ വലത്തോട്ട് തലതിരിച്ചു കളഞ്ഞു. അല്ലാതെ നിങ്ങളെ കലിമ പറഞ്ഞത് ഞാൻ കേട്ടില്ല. വലത്തോട്ട് തലതിരിച്ചു കളഞ്ഞത് പിശാചിൽ നിന്ന് രക്ഷപ്പെടാനാണ്. വീണ്ടും വലതുഭാഗത്ത് വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, അബൂ സക്കരിയ, നിനക്ക് ഞാൻ വെള്ളം തരാ. ദാഹിച്ചു മരിക്കുമ്പോ നിനക്ക് ഞാൻ വെള്ളം തരാ. നിനക്ക് അങ്ങനെ പറയാനോ മടിയെങ്കിൽ നിനക്ക് പറഞ്ഞൂടെ, നബി അള്ളാന്റെ മകനാണെന്നൊന്ന് പറയൂ. ആ സന്ദർഭത്തിൽ ഞാൻ വീണ്ടും അത്യുച്ചത്തില് വിളിച്ചു പറഞ്ഞു, പിശാചേ, ഞാൻ കൊണ്ടുപോയി പട്ടിക്കീറി മരിച്ചു പോയാൽ, ഒരു തുള്ളി വെള്ളം കിട്ടാതെ ഞാൻ പെടഞ്ഞു വീണ് മരിച്ചാൽ പ്രശ്നമില്ല. ഞാൻ അങ്ങനെ പറയില്ല,
പറയില്ല. ഞാൻ പറഞ്ഞത് കെലിമ പറയൂലെന്നല്ല, ഞാൻ നിങ്ങളോടല്ല സംസാരിച്ചത്, മറിച്ച് എന്റെ മുമ്പിൽ പിശാച് വന്ന് വെള്ളപാത്രവുമായി നിൽക്കുമ്പോ ആ പിശാചെന്നോട് ഉസൈർ നബി അള്ളാന്റെ മകനാണ്, ഈസാ നബി റബ്ബിന്റെ മോനാണെന്ന് പറയാൻ പറഞ്ഞപ്പോ ഞാൻ അവനോട് പറയില്ലെന്ന് പറഞ്ഞതാ. എന്റെ സഹോദരങ്ങള്, നൂറുകണക്കിന് ശിഷ്യന്മാരെ ദീനിനു വേണ്ടി കൊടുത്തുപോയ സാത്വികനായ പരമവിശുദ്ധനായ ഒരു പണ്ഡിതന്റെ മുമ്പിൽ പിശാച് വെള്ളവുമായി കടന്നു വന്നെങ്കിൽ എന്റെ ഉമ്മാവിന്റെ ഭർത്താവ് നമസ്കാരമില്ലാതെ മരണപ്പെട്ടു പോയ, നോമ്പ് പിടിക്കാതെ മരണപ്പെട്ടു പോയ, ഹജ്ജിന് പോകാതെ മരണപ്പെട്ടു പോയ, ദാനധർമ്മങ്ങൾ ചെയ്യാതെ മരണപ്പെട്ടു പോയ നിന്റെ ഭർത്താവിന്റെ മുമ്പിൽ നീ വെള്ളം കൊടുക്കാതെ നിന്റെ ഭർത്താവ് മരിച്ചുപോയ എന്റെ സഹോദരങ്ങളെ, വാപ്പ മരിക്കാൻ കിടക്കുമ്പോ, പൊന്നാര മാരാവ് മരിക്കാൻ കിടക്കുമ്പോ ഈ മാരാവിന് ഒരു തുള്ളി വെള്ളം നാവ് നനപ്പിച്ചു കൊടുത്തില്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇബ്ലീസ് വെള്ളം കൊടുക്കുമെന്ന് മാത്രമല്ല, നമ്മളറിയാതെ മാരാവ് അവസാനം ഒരു തുള്ളി വെള്ളം കിട്ടി മരിക്കാൻ വേണ്ടിയിട്ട് പിശാച് പറയുന്നതെല്ലാം ഏറ്റുപറഞ്ഞുകൊണ്ട് ഈ ലോകത്തോട് വിട പറയുമെന്ന് ഈ സംഭവം സാക്ഷിയല്ലേ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, മരിക്കുന്ന സമയത്ത് ദാഹമുള്ളതാണ്, അത് എല്ലാവർക്കുമുണ്ട്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി വെള്ളം കൊടുക്കാൻ പഠിപ്പിച്ചത്. എന്നാൽ ഈ നിസ്കാരമില്ലാത്ത മനുഷ്യരുണ്ടല്ലോ, നമസ്കാരത്തെ മോശമായി കാണുന്ന മനുഷ്യരുണ്ടല്ലോ, നമസ്കാരത്തെ നിസാരവൽക്കരിക്കുന്ന മനുഷ്യരുണ്ടല്ലോ, ഓ മനുഷ്യൻ മരിക്കാൻ നേരമെത്തുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സമുദ്രത്തിലെ വെള്ളം മുഴുവനും കുടിച്ചു വറ്റിച്ചാപ്പോൾ ആകാശത്ത് താഴെ ഭൂമിക്ക് മുകളിലുള്ള മുഴുവൻ ജലാശയത്തിൽ നിന്ന് വെള്ളം കുടിച്ചാപ്പോൾ വലവു ശരിബമാ അല്ലനഹ, എത്ര വെള്ളം കുടിച്ചു വറ്റിച്ചാലും ഒരു കാരണവശാലും എന്റെ രാഗം മാറുന്നതല്ല. ഇത് മരിക്കുന്ന സമയത്ത് ഒന്നാമതായുള്ള തരുന്ന ശിക്ഷയാണ്.